നിങ്ങൾ ആ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു. അതായത് എങ്ങനെയാണ് ആ ഒരു ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ആ ഒരു ഓഫ്ലൈൻ അതൊന്ന് കുറച്ചും കൂടി ഡീപ്പ് ഇൻഡെപ്തിൽ പറഞ്ഞു തരുമോ? ഒരു പാൻ ഇന്ത്യ സപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ, ഒരു ബ്രാൻഡ് ആണെങ്കിൽ അവർ ചൂസ് ചെയ്യുന്ന ഒരു സർട്ടൻ സ്റ്റെപ്സ് ഉണ്ട്. അതായത് ഒരു സ്റ്റേറ്റിലേക്ക് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളത്തിലേക്ക് ഒരു എൻട്രി അടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നോർത്ത് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഒരു മുംബൈയിലുള്ള ഒരു ബ്രാൻഡ് ആണെങ്കിൽ ആ ബ്രാൻഡ് കേരളത്തിലെ ആരാണ് സൂപ്പർ സ്റ്റോക്കിസ്റ്റ് എന്നാണ് ആദ്യം നോക്കുക. അപ്പം ആ സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ആരാണെന്ന് നോക്കുന്ന സാഹചര്യത്തിൽ അവർ ഐദർ ദേ വിൽ ഗൂഗിൾ, അതല്ലെങ്കിൽ ഓൾറെഡി അവർക്ക് ഏതെങ്കിലും സ്റ്റാഫ് കണക്ഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മാൻ പവർ കണക്ഷൻസ് ഉണ്ടെങ്കിൽ അവരത് ത്രൂ ചെക്ക് ചെയ്തിട്ട് ആരാണ് സൂപ്പർ സ്റ്റോക്കിസ്റ്റ് എന്നുള്ളത് അന്വേഷിക്കും. ആ സൂപ്പർ സ്റ്റോക്കിസ്റ്റിനെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ സൂപ്പർ സ്റ്റോക്കിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പം സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ആദ്യം ചോദിക്കുക, കേരളത്തിൽ എത്ര സ്റ്റോക്കിസ്റ്റിനെ വെക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കും. ഓക്കെ, അപ്പം ഇത് എല്ലാ ബ്രാൻഡിനും അല്ല, വൈഡായിട്ട് എല്ലാ നെറ്റ്വർക്കിലും എല്ലാ ഔട്ട്ലെറ്റ്സിലും പ്രൊഡക്റ്റ് ഇംപ്ലിമെന്റ് ആണെന്ന് ആഗ്രഹിക്കുന്നവരാണ് സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ലെവലിലേക്ക് പോവുക. അപ്പോൾ സൂപ്പർ സ്റ്റോക്കിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തും. സൂപ്പർ സ്റ്റോക്കിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് സൂപ്പർ സ്റ്റോക്കിസ്റ്റ് അപ്പം ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ എത്ര സ്റ്റോക്കിസ്റ്റിനെ വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം പറയും ഞങ്ങൾ 14 ഡിസ്ട്രിക്റ്റ് ഉണ്ട്, അപ്പം 14 ഡിസ്ട്രിക്റ്റിലേക്കും ഓരോ സ്റ്റോക്കിസ്റ്റിനെ വെക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയും. അപ്പം 14 ഡിസ്ട്രിക്റ്റിലേക്കും എന്താ പറയുക സ്റ്റോക്കിസ്റ്റിനെ നെയിം ചെയ്യും. നെയിം ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും ഓക്കെ, അപ്പോൾ ഈ 14 ആൾക്കാരുടെ അടുത്തൊന്നും ഓർഡേഴ്സ് കിട്ടില്ല എന്നുള്ളത് സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ചോദിക്കും. ഓക്കെ, അല്ലെങ്കിൽ എത്ര സ്റ്റോക്കിസ്റ്റ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് ചോദിക്കും. മനസ്സിലായി. അപ്പോൾ ചിലപ്പം പറയും തിരുവനന്തപുരത്ത് ഒരാൾ എടുത്തിട്ടുണ്ട്, കൊച്ചിയിൽ എടുത്തിട്ടുണ്ട്, കോഴിക്കോട് എടുത്തിട്ടുണ്ട്. എപ്പോഴും ഇനീഷ്യലി അങ്ങനെ നടക്കാം. കോഴിക്കോട്, തിരുവനന്തപുരം, കൊച്ചി ഇതാണ്. തിരുവനന്തപുരം കുറച്ചും കൂടി ഒന്ന് താന്നിട്ടാണുള്ളത്, പക്ഷെ കൊച്ചി ആൻഡ് കോഴിക്കോട് മത്സരമാണ്. അപ്പം ആ ഒരു സ്റ്റോക്കിസ്റ്റിനെ കണ്ടുപിടിക്കും. സ്റ്റോക്കിസ്റ്റിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർ എത്ര ഡിസ്ട്രിബ്യൂട്ടറെ വെക്കാൻ പറ്റുമെന്ന് ചോദിക്കും. ഇത് ഞാൻ പറഞ്ഞത് ഒരു ഡെയിലി കൺസ്യൂമിങ് പ്രോഡക്റ്റിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം മാസ് അഡോപ്ഷനുള്ള ബ്രാൻഡിലേക്ക് അപ്പം അവർ പാർലേജി പറയാറ്റോ? പാർലേജി പറയാം, തീർച്ചയായിട്ടും പറയാം. അപ്പം പാർലേജി എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മളിപ്പം ഇവിടെ ഒരു സ്റ്റോക്കിസ്റ്റിനെ കണ്ടെത്തും. കോഴിക്കോട് ജില്ലയിൽ നമ്മൾ ഒരു സ്റ്റോക്കിസ്റ്റിനെ കണ്ടെത്തിയിട്ട് ആ സ്റ്റോക്കിസ്റ്റിൻ്റെ അണ്ടറിൽ എത്ര ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട് എന്നുള്ളത് നോക്കും, ഇല്ല എത്ര ഡിസ്ട്രിബ്യൂട്ടറിനെ വെക്കാൻ പറ്റും നോക്കും. അപ്പം ഇവരെ SOമാർ, അതായത് കമ്പനിക്ക് ഒരു സെയിൽസ് ഓഫീസർ ഉണ്ടാവും, SO. ഈ SO എല്ലാ ഡിസ്ട്രിബ്യൂട്ടറും ചെന്ന് കാണും. അത് SOക്ക് ക്ലോസ് ചെയ്യാൻ പറ്റാത്ത ഡീലാണെങ്കിൽ ASMനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ക്ലോസ് ചെയ്യും. ASMനെ കൊണ്ടുവരാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ RSMനെ കൊണ്ടുവരും. ASM എന്താ? ASM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് സെയിൽസ് മാനേജർ, RSM എന്ന് പറഞ്ഞാൽ റീജിയണൽ സെയിൽസ് മാനേജർ. പിന്നെ അതെ, ബ്രാൻഡിനാണ്. പിന്നെ NSM ഉണ്ട്, നാഷണൽ സെയിൽസ് മാനേജർ ഉണ്ട്. അങ്ങനെ ഓരോ സ്റ്റേജ് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അപ്പം അതിൽ ഇവരെ ഹെഡിനെ കൊണ്ടുവന്നിട്ടാണെങ്കിൽ അങ്ങനെ ഇവർ ക്ലോസ് ചെയ്യും. അപ്പോഴൊക്കെ ഈ ബാർഗെയിനിങ്, ഈ പറഞ്ഞ മാർജിൻ പെർസെൻറ്റേജിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട് അവിടെ. അപ്പം അങ്ങനെ അവർ സംസാരിച്ച് കഴിഞ്ഞിട്ട് അവരത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സൂപ്പർ സ്റ്റോക്കിസ്റ്റിന് ഓർഡർ പോകും. അപ്പോൾ സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ഓർഡർ എടുക്കുക, 14 ജില്ലയിൽ നിന്നും ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഓർഡർ എടുക്കുക. അത് ചിലപ്പോൾ ഒരു കോടി രൂപയുടെ സ്റ്റോക്ക് ആയിരിക്കും അവർ മേടിക്കുക. മനസ്സിലായി. അവർ മേടിച്ചിട്ട് 1 കോടി 14 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 14 സ്റ്റോക്കിസ്റ്റിനും കൊടുക്കും. മനസ്സിലായി. 14 സ്റ്റോക്കിസ്റ്റ് എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കും. ഡിസ്ട്രിബ്യൂട്ടർ അത് റീറ്റെയിലിൽ എത്തിക്കും. റീറ്റെയിലിൽ എത്തിക്കാൻ ആ കമ്പനിക്ക് ഒരു സെയിൽസ് ഓഫീസറെ പണിയാണ് റീറ്റെയിലിന് ഓർഡർ എടുത്തുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടർക്ക് കൈമാറില്ല. ഓക്കെ, അപ്പൊ സെയിൽസ് ഓഫീസറും വരും ഓർഡർ എടുക്കാൻ, ഡിസ്ട്രിബ്യൂട്ടർ ഹെൽപ്പ് ചെയ്യാൻ. കാരണം ഓർഡർ എടുത്താൽ സ്റ്റോക്കിസ്റ്റിനെ കൊണ്ട് സാധനം മേടിപ്പിച്ചാൽ മാത്രം പോരാ, അത് വിൽക്കാനും കൂടി ഈ സെയിൽസ് ഓഫീസർക്ക് കഴിയണം. ഇതാണ് നമ്മളെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ. മനസ്സിലായി.